പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ്, വയസ്സാവുമ്പോഴാണ് സാധാരണ നമ്മളുടെയൊക്കെ മുടി നരയ്ക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കൊച്ചു മക്കൾ തൊട്ട് വലിയവർക്ക് വരെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് കാണാം. അപ്പോൾ ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാരമ്പര്യമായിട്ട് നരയുള്ളവരായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വാർദ്ധക്യ നര. ഈ 2 നരയും മാറ്റുവാനായിട്ട് കഴിയത്തില്ല. അല്ലാതെ വൈറ്റമിൻസിൻ്റെയും അതുപോലെ തന്നെ അയണിൻ്റെയൊക്കെ കുറവ് മൂലവും മെലനോസൈറ്റുകളുടെ ഉൽപ്പാദന കുറവ് മൂലവും സ്ട്രെസ്സും പിന്നെ സിന്തറ്റിക് ഷാമ്പൂ സോപ്പിനൊക്കെ ഉപയോഗം മൂലവും പിന്നെ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും നല്ല രീതിയിൽ മുടി നരയ്ക്കുവാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഉണ്ട്. നമ്മുടെ മുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കാൻ പറ്റുന്ന എണ്ണയാണിത്. നമ്മൾ ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആയുർവേദ കൂട്ടുകളും കുറച്ച് രഹസ്യ കൂട്ടുകളും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു എണ്ണ അകാല നര, താരൻ, ചൊറിച്ചിൽ, അമിതമായുള്ള മുടി കൊഴിച്ചിലിനൊക്കെ തന്നെ പരിഹാരമാണ്. നമ്മളിത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കാച്ചുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ അതിനായിട്ട് ആദ്യം ഒരു വലിയ ചരുവമാണ് എടുക്കുന്നത്. ഈ ചരുവത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് എടുത്തു പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണ കാച്ചി കഴിയുമ്പോഴത്തേക്കും ഈ വീട് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ നല്ല കാച്ചിയ എണ്ണയുടെ മണമാണ്. അത് അത്രയും ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കാച്ചിയാൽ മാത്രമേ ഇത്രയും നല്ല മണം പരക്കത്തുള്ളൂ. അത്രയും നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചില്ല, കുറച്ച് ഇലകൾ മലയിൽ നിന്നൊക്കെ പോയി പറിച്ച് നമ്മളുടെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ളതും ചെമ്പരത്തി, കറിവേപ്പില, മൈലാഞ്ചി ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ മലയിൽ നിന്ന് ഒരു കുറച്ച് കൂട്ടം മരുന്നുകളും ഒക്കെ ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് സെറ്റാക്കി വെക്കും. ഇനി അതോടൊപ്പം നെല്ലിക്കയുണ്ട്. നെല്ലിക്കയും നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസെല്ലാം എടുത്തിട്ട് ഇത് രണ്ടുമാണ് ഈ ചരുവത്തിലേക്ക് ഒഴിക്കുന്നത്, അതായത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ചരുവത്തിലുള്ള വെളിച്ചെണ്ണയും മരുന്നുകളും കൂട്ടുകളും എല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കണം. അങ്ങനെ കുറേ നേരം വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറം ഏകദേശം കറുത്ത നിറമാകും. നമ്മൾ സാധാരണ കാച്ചി എണ്ണയുടെ നിറം എന്താണോ അതുപോലെ നല്ല വെട്ടിത്തിളയ്ക്കും. ഇനി നമുക്ക് ഉലുവ പൊടിച്ചത്, രാമച്ചം, കരിഞ്ജീരകം ഒക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. ഇത് തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഇതെല്ലാം ഇടുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറേ രഹസ്യ കൂട്ടുകളും കൂടെ ആഡ് ചെയ്തിടുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങാടി മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിയിൽ നിന്ന് ഈ വേരുകളൊക്കെ നമുക്ക് കിട്ടും. ആ വേരുകളെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ആയുർവേദ കൂട്ടുകളാണ് കേട്ടോ. അതെല്ലാം എണ്ണയിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. നല്ല രീതിയിൽ വെട്ടിത്തിളച്ച് നല്ല രീതിയിൽ വറ്റി ഒരു ഇച്ചിരി നല്ല എന്നുള്ളൊരു പരുവാകുമ്പോഴത്തേക്കും നമ്മളിതിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു പൊടിയാണ് നീലിയാമരി എന്ന് പറയുന്നത്. ഇതൊക്കെ മുടി നല്ല രീതിയിൽ വളരുവാനും നമ്മളുടെ അകാല നര മാറുവാനും താരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്ക് നല്ല പൊറ്റ പോലെ താരനാണ്. കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് കഴിയുമ്പം ഈ താരനാണെങ്കിൽ ഈ ഉടുപ്പിലിങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ പൊടികളായിട്ട് വെള്ള പൊടികളായിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ ഈ താരനൊക്കെ അത്രയും താരനുള്ള തലയിൽ വരെ നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന, അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലുണ്ട്, അതായത് നമുക്ക് പെട്ടെന്ന് ഈ സ്കാൽപ്പ് ഇച്ചിങ് എന്ന് പറയും, ഭയങ്കരമായിട്ട് ഒരു ചൊറിച്ചിൽ, ആ ചൊറിച്ചിലൊക്കെ മാറുവാനും നമ്മളുടെ തലയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുവാനും നമ്മളുടെ ഈ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫൊക്കെ ആയിട്ട് നമുക്ക് ഈ കാച്ചിയെണ്ണ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനത്തിന് ശേഷം പിറ്റേ ദിവസം എണ്ണയെല്ലാം തണുത്ത് റെഡിയായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കോരി അരിച്ചെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ എണ്ണ മറ്റുള്ളവർക്ക് ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്ന അനുസരിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.